ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കണമെന്ന് എന്നെ മറക്കാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ സ്വർഗം നേടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഒരു രക്ഷയെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. അവിചാരിതമായ ഒരു സഹായം ആ സമയത്ത് ലഭിക്കുന്നത് നമുക്ക് നൽകുന്ന സന്തോഷവും ആശ്വാസവും വളരെയേറെയാണ്. ഒരു വേള അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ ഇനി എനിക്ക്, അള്ളാഹു തീർക്കുന്ന അത്ഭുതം കൊണ്ടല്ലാതെ എനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പല നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുക? അത്തരം പ്രതിസന്ധികൾ നിറഞ്ഞ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം പെയ്തിറങ്ങുന്ന നിലപാട് ഒരു വിശ്വാസി എന്താണ് സ്വീകരിക്കേണ്ടത്? എന്ത് നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കഴിവും ശക്തിയും കരവും നമ്മോടൊപ്പം നിലനിൽക്കുക എന്ന് ചോദിക്കുമ്പോൾ ചരിത്രത്തിലെ കുറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ് പ്രവാചകന്റെ ഹിജ്റയുടെ ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടുവിടുന്ന രംഗം. ഇപ്പോ ദാറുൻ നദ്വയിൽ കഅബയുടെ തെക്കുവശത്ത് സ്ഥിതി ചെയ്തിരുന്ന പ്രവാചകന്റെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായ ഖുസൈ ഉണ്ടാക്കിയ മക്കക്കാരുടെ പ്രധാന ഒരാലോചന കേന്ദ്രമായിരുന്നു ദാറുൻ നദ്വ. എല്ലാ ആളുകൾക്കും അതിലേക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ല. 30 വയസ്സ് കഴിയണം അതിലേക്ക് ആളുകൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ. പ്രധാന കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാണ് തീരുമാനിക്കുന്നത്. അവിടെയാണ് മക്കക്കാർ യോഗം ചേർന്നത്. എന്തിനു വേണ്ടി? മുഹമ്മദിനെ നാട്ടിൽ നിന്ന് നാടുകടത്തണോ, മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തി പ്രബോധനങ്ങൾ അവസാനിപ്പിക്കണോ, മുഹമ്മദിനെ വകവരുത്തണം? ഇതാണ് ചർച്ചയുടെ വിഷയം. അവസാനം അവരെത്തിയ ഉത്തരം മുഹമ്മദിനെ കൊന്നുകളയുക.
മുഹമ്മദിനെ വധിച്ചാൽ ബനൂ ഹാഷിമുകാർ ഖുറൈശ് ഗോത്രത്തിലെ മുഹമ്മദ് നബിയുടെ കുടുംബം പ്രതികാരം ചോദിക്കും. അതുകൊണ്ട് അതിനെ ഇങ്ങനെ മറികടക്കാം. മക്കയിലെ എല്ലാ ഗോത്രത്തിലെയും എല്ലാ കുടുംബങ്ങളിലെയും ഓരോ ആളുകൾ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്ന് ഈ കൃത്യത്തിൽ പങ്കുവഹിച്ചാൽ എല്ലാവരോടും പകരം ചോദിക്കുക എന്നുള്ളത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഗൂഢാലോചന നടത്തുന്ന വിഷയം വഹിയായി നൽകുകയും ഹിജ്റ പോകാൻ അനുവാദം നൽകുകയും ചെയ്തു. നബിയും പ്രവാചകന്റെ ഉത്തമ സഹചാരിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരത്തെ ഒരുക്കിയ 2 ഒട്ടകപ്പുറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ തയ്യാറാക്കി കൊടുത്ത ഭക്ഷണങ്ങളും പാനീയങ്ങളുമായി വടക്കോട്ട് സഞ്ചരിക്കേണ്ട യസ്രിബിലേക്ക്, മദീനയിലേക്ക് അതിന്റെ എതിർദിശയിൽ സഞ്ചരിച്ച് മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറമുള്ള ഏകദേശം കടൽ നിരപ്പിൽ നിന്ന് 700 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സൗറുമലയുടെ മുകളിലെ ഗുഹയിൽ അഭയം തേടി 3 ദിവസം അവിടെ താമസിച്ചു. മക്കക്കാർ പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും തെരഞ്ഞു നടക്കുന്നുണ്ട്. കണ്ടാൽ വകവരുത്തിക്കളയും. വിശുദ്ധ ഖുർആൻ ആ ഗുഹയിൽ താമസിക്കുന്ന രംഗം സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖറജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറയാണ്, നബിയെ, അവർ നമ്മളെ ഒന്ന് താഴേക്ക് നോക്കിയാൽ ലൗ അന്ന അഹദഹും നദറ ഇലാ ഖദമൈഹി ലഅബ്സർനാ തഹത ഖദമൈഹി. ഫൗർ ഗുഹയുടെ മുന്നിലൂടെ നടക്കുന്നവർ അവരുടെ കാലിന്റെ താഴേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ നമ്മളെ കാണും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, യാ അബൂബക്കർ, അബൂബക്കറേ, മാ ദന്നുക ബിഇസ്നൈൻ, നീ 2 പേരെ കുറിച്ചാണ്, ഈ ഗുഹയിലുള്ള 2 ആളെ കുറിച്ചാണ് നീ ചിന്തിക്കുന്നത്. അല്ലാഹു സാലിസുഹുമാ, എന്നാൽ 3ാമതായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. ഉറച്ച അല്ലാഹുവിലുള്ള ബോധമാണ്, വിശ്വാസമാണ്, അല്ലാഹുവിലുള്ള തവക്കുലാണ്. ഖുർആൻ അതാണ് പറഞ്ഞത്, ഇന്നല്ലാഹ മഅനാ. ഇത് യഖൂലു ലിസ്വാഹിബിഹി, പ്രവാചകൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ സന്ദർഭം, ലാ തഹ്സൻ, നീ ഭയപ്പെടേണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഫഅൻസലല്ലാഹു സകീനതഹു, അപ്പോൾ അല്ലാഹു അവന്റെ സമാധാനം ഇറക്കി കൊടുത്തു. വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത ചില സൈന്യങ്ങളെ കൊണ്ട് അല്ലാഹു അവർക്ക് ശക്തി പകർന്നു. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ, അവിശ്വാസികളുടെ ആദർശത്തെ അല്ലാഹു ഇകഴ്ത്തി. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അല്ലാഹുവിന്റെ കലിമത്തിനെ അവൻ ഉയർത്തി. ഉറച്ച തൗഹീദിൽ, ശരിയായ അല്ലാഹുവിലുള്ള വിശ്വാസം കാരണത്താൽ അല്ലാഹു പ്രവാചകനെ സഹായിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചു. മക്കയിലെ യോദ്ധാക്കൾ, മക്കയിലെ യുവാക്കൾ, മക്കയിലെ വീരശൂര പരാക്രമികൾ നാടൊട്ടും പ്രവാചകൻ അന്വേഷിച്ച് നടന്നിട്ടും അവരുടെ ശ്രദ്ധയിൽ വരാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും സുരക്ഷിതമായി മദീനയിൽ എത്തിച്ചു. അവർക്ക് താങ്ങായത്, രക്ഷയായത്, അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ കാരണമായതെന്താ? അവരുടെ ഉറച്ച വിശ്വാസമാണ്, അവരുടെ ശരിയായ തവക്കുലാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ക്രൈസിസുകളിൽ, പ്രതിസന്ധികളിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സഹായത്തിന്റെ മാനദണ്ഡം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശരിയായ വിശ്വാസമാണ്. നമുക്ക് കറപറ്റാത്ത, കളങ്കമേൽക്കാത്ത അള്ളാഹുവിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ സഹായിക്കും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും,
നോക്കൂ, യൂസുഫ് നബിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിലെ എന്തെല്ലാം പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ മഹാനായ പ്രവാചകനാണ്. സ്വന്തം സഹോദരങ്ങൾ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലെറിഞ്ഞു. അവിടെ നിന്ന് കച്ചവടക്കാർ കൊണ്ടുപോയി ഒരു പ്രവാചകന്റെ മകനായി സ്വതന്ത്രനായി ജനിച്ച സുന്ദരനായ യൂസുഫ് അലൈഹി ഇസ്ലാമെ അടിമച്ചന്തയിൽ വിൽപ്പനക്ക് വെച്ചു. രാജകൊട്ടാരത്തിൽ ഈജിപ്തിലെ രാജാവിന്റെ ഭാര്യയാൽ പരീക്ഷിക്കപ്പെട്ടു. വലിയ പരീക്ഷണത്തിനാണ് യൂസുഫ് നബി വിധേയനായത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, ഖാല റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈ വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലി. അല്ലാഹുവേ, ആ സ്ത്രീകളുടെ കുതന്ത്രത്തിൽ ഞാൻ വീണുപോകും. അല്ലാഹുവേ, ആ സ്ത്രീകളുടെ കുതന്ത്രങ്ങളിൽ ഞാൻ വീണുപോകും. അതുകൊണ്ട് റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി, അവർ എന്നെ ക്ഷണിക്കുന്ന ആ വൃത്തികേടിനേക്കാൾ, വ്യഭിചാരത്തെക്കാൾ എനിക്കിഷ്ടം രാജ്യത്തെ രാജ്ഞിയാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിയായ വനിതയാണ് തിന്മയിലേക്ക് ക്ഷണിക്കുന്നത്, വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടം ജയിലറയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം രാജാക്കന്മാർ മനുഷ്യർ കുറ്റവാളികൾ ഒരുക്കുന്ന തടവറ എന്തായിരിക്കും? ഇന്നത്തേതുപോലെ ജയിലറകളിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കപ്പെടുന്ന കാലമാണോ അത്? സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കപ്പെടുന്ന കാലമാണോ അത്? ഒരുപക്ഷെ വെളിച്ചം പോലുമില്ലാത്ത, മാന്യമായ ഭക്ഷണം പോലും ലഭിക്കാത്ത പീഡനങ്ങളുടെ, വേദനകളുടെ ജയിലറയ്ക്ക് വേണ്ടി യൂസുഫ് നബി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. സ്ത്രീ ശരീരം വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സമയത്തും കാലത്തുമാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. അല്ലേ? എത്ര കണ്ട് പ്രദർശിപ്പിക്കാമെന്ന് സ്ത്രീകൾ ആ കാര്യത്തിൽ മത്സരിക്കുകയും പ്രദർശിപ്പിക്കപ്പെടുന്ന ശരീരത്തെ എത്ര കണ്ട് ഉപയോഗിക്കാമെന്ന് പുരുഷന്മാർ ചിന്തിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വൃത്തികെട്ട സംസ്കാരത്തിന്റെ കാലത്ത് ഒരാൾ മാത്രമല്ല, എല്ലാവരും കുറ്റക്കാരാണ്. എല്ലാവരും കുറ്റക്കാരാണ്. പ്രദർശിപ്പിക്കുന്നവളും പ്രദർശനത്തെ ചൂഷണം ചെയ്യുന്നവനും ഒരുപോലെ കുറ്റക്കാരാണ്. ഒരാളും ന്യായീകരിക്കപ്പെടേണ്ടതല്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്, പടച്ചോനെ എനിക്ക് ജയിലിതാണ്. ആ ജയിലറക്കകത്ത് കടന്ന് പിന്നീട് യൂസുഫ് നബി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ആ രക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിയുടെ മുന്നിലേക്ക് വരുന്ന രണ്ട് സഹതടവുകാർ അവർ കണ്ട സ്വപ്നവുമായി അതിന്റെ വ്യാഖ്യാനം ചോദിച്ചു വരുമ്പോ യൂസുഫ് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വ്യാഖ്യാനം എങ്ങനെയെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണ്? ഇദാ ഇല്ലാ നബ്ബഅതുകുമാ ബിതഅവീലിഹി ഖബ്ല അൻ യഅതിയകുമാ, ഇതാ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ഭക്ഷണം എത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു തരാം. എന്നാൽ അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് മിമ്മ അല്ലമനി റബ്ബി ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. പരലോകത്തിൽ വിശ്വസിക്കാത്ത മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ തൗഹീദിനെ കൈയൊഴിഞ്ഞ ആ ജനതയിൽ നിന്ന് മാറി നിന്നവനാണ് എന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ്. അർബാബും മുതഫരിഖൂൻ, വിവിധങ്ങളായ ആരാധ്യന്മാരാണോ അതല്ല ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമൻ അല്ലാഹുവാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് സ്വപ്ന വ്യാഖ്യാനത്തിലേക്ക് യൂസുഫ് അലൈഹിസ്സലാം കടക്കുന്നത്. വത്തബഅതു മില്ലത ഇബ്രാഹീമ വഇസ്ഹാഖ വയാഖൂബ്, ഞാൻ ഇബ്രാഹീമിന്റെ മില്ലത്ത് പിന്തുടരുന്നവനാണ്. ഞാൻ ഇബ്രാഹീമിന്റെ മക്കളായ ഇസ്ഹാഖിന്റെയും യാഖൂബിന്റെയും മില്ലത്തനുസരിച്ച് ജീവിക്കുന്നവനാണ്. വമാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് നമുക്ക് അനുവദിക്കപ്പെടാത്തതാണ്. ദാലിക മിൻ ഫദ്ലില്ലാഹി അലൈനാ വഅലൻ നാസ് വലാകിൻ അക്സറുൻ നാസി ലാ യശ്കുറൂൻ. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. പക്ഷെ മിക്ക ആളുകളും അല്ലാഹുവിന് നന്ദിയുള്ളവരല്ല. ഞങ്ങള് രണ്ടാളും സ്വപ്നം കണ്ടു, വ്യാഖ്യാനം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ യൂസുഫ് നബി എന്താ പറഞ്ഞു? നിങ്ങൾ അല്ലാഹനെ മാത്രം ആരാധിക്കണം,
അല്ലാഹു അല്ലാത്ത വിവിധങ്ങളായ റബ്ബുമാർ നിങ്ങൾക്ക് വേണ്ട. ഞാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റുന്നവനാണ്. ഇബ്രാഹിം നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ശരിയായ തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്നവനാണ്. നോക്കൂ, ജയിലിന്റെ തടവറയിൽ, ഇരുട്ടുമുറിയിൽ തൗഹീദിന് വേണ്ടി നിലകൊണ്ട പ്രവാചകൻ പിന്നീട് എവിടെയാണ് എത്തിപ്പെടുന്നത്? അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു, ജയിലിൽ നിന്ന് പുറത്തു പോകുന്നു. തനിക്ക് നഷ്ടപ്പെട്ട തന്റെ പിതാവിനെയും സഹോദരങ്ങളെയും തിരിച്ചു കിട്ടുന്നു. രാജ്യത്തെ ഭരണാധികാരിയോട് ഇതാ വരാനിരിക്കുന്ന 7 കൊല്ലം ക്ഷേമത്തിന്റേതും പിന്നീട് വരാനിരിക്കുന്ന 7 കൊല്ലം ക്ഷാമത്തിന്റേതുമായിരിക്കും. ഈ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് എന്നെ ഏൽപ്പിച്ചാൽ ഞാനിത് ഭംഗിയായി കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നു. ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാമയെ രക്ഷപ്പെടുത്തി വിശാലമായ അസീസ് രാജാക്കന്മാരുടെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കുമ്പോ തൗഹീദാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് യൂസുഫ് നബിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. യൂനുസ് നബിയുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ? ആരായിരുന്നു യൂനുസ് നബി? യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രദേശത്തേക്ക് നിയോഗിതനായ പ്രവാചകനായിരുന്നു. ആ നാട്ടിലെ ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു, തൗഹീദിലേക്ക് ക്ഷണിച്ചു. അവർക്കിടയിൽ അല്ലാഹുവിന്റെ വഹദാനിയത്ത് പ്രബോധനം ചെയ്തു. പക്ഷേ അവർ വിശ്വസിച്ചില്ല. തൗഹീദ് പറയുന്നിടത്ത് ഏതൊരു നാട്ടിലും ആളുകൾ കല്ലെറിയും. അത് ഇന്നും അന്നും എന്നും അങ്ങനെയാണ്. തൗഹീദ് പറയുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടൂല. എന്തിനാ അങ്ങാടിയിൽ തമ്മിലടിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊക്കെ അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കും. തൗഹീദ് പറയുമ്പോ എന്താ, ഗുണകാംക്ഷകളുടെ രൂപത്തിലും ശത്രുക്കളുടെ രൂപത്തിലും അതിനെതിരെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും. അത് പിശാചിന്റെ ഇഷ്ടമതാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ആ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരു വേള യൂനുസ് അലൈഹിസ്സലാമക്ക് കഴിഞ്ഞില്ല. വദന്നൂൻ ഇദ്ഹവ മുഗാദിബൻ ഫളന്ന അല്ലൻ നഖദറ അലൈഹി ഫനാദാ ഫി ദുലുമാത്. ആ ദന്നൂൻ ഉണ്ടല്ലോ, മീൻകാരൻ, മത്സ്യത്തിന്റെ ആൾ, അദ്ദേഹം ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. യൂനുസ് നബി മോശക്കാരനല്ല കേട്ടോ. യൂനുസ് നബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന ഒരു വാചകമുണ്ട്, വലാ തകുൻ കസ്വാഹിബിൽ ഹൂത്. നീ മത്സ്യക്കാരനെ പോലെ ആകരുത്. ലോകത്തെ എല്ലാ പ്രവാചകന്മാരുടെയും കഥ പറയുമ്പോ ദീർഘമായി ഒരുപാട് പ്രവാചകന്മാരുടെ പേര് എണ്ണിപ്പറഞ്ഞ് ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഉലൈക ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. അവരെല്ലാം അല്ലാഹു സന്മാർഗത്തിലാക്കിയതാണ്. അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റണം, അവരുടെ സന്മാർഗത്തെ നീ പിൻപറ്റണം. യൂനുസ് നബിയെ കുറിച്ച് ഒരു വാചകം അല്ലാഹു പറഞ്ഞു, വലാ തകുൻ കസ്വാഹിബിൽ ഹൂത്. നീ ആ മത്സ്യക്കാരനെ പോലെ ആകരുത്. എന്നാൽ യൂനുസ് നബി മോശക്കാരനാണോ? സൂറത്ത് ഖലമിന്റെ അവസാന ഭാഗത്ത് വീണ്ടും അല്ലാഹു പറഞ്ഞു, ഫജ്തബാഹു റബ്ബുഹു വജഅലഹു മിനസ് സ്വാലിഹീൻ. ആ വാചകം യൂനുസ് നബിയുടെ ചരിത്രം വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലുണ്ടാകണം. അല്ലാഹു യൂനുസ് നബിയെ തെരഞ്ഞെടുത്തു, സ്വാലിഹാക്കി എന്നാണ്. അത് മഹാനായ പ്രവാചകനാണ്. പക്ഷേ ഒരു നിമിഷം ജീവിതത്തിലെ ഒരു കാര്യം അതിൽ മാതൃകയില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാണ്. ആ നാട് വിട്ടു പോകുന്നു. സൂറത്ത് സാഫാത്തിലെ 140 മുതൽ 148 വരെയുള്ള ആയത്തുകൾ കഴിയാൻ നിങ്ങളൊന്ന് പോയെന്ന് വായിച്ചു നോക്കണം പരിഭാഷ വെച്ചിട്ട്. ഭാരമേറിയ ഒരു കപ്പലിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം അഭയം തേടി. ഫസാഹമ ഫകാന മിനൽ മുദ്ഹരീൻ. അദ്ദേഹം നറുക്കിട്ടു. കപ്പലിതാ മുങ്ങാൻ പോകുന്നു. കാറ്റും കോളും ഉണ്ടായി. ഭാരം കൂടുതലാണ്. ഒരാൾ കടലിലേക്ക് എടുത്തു ചാടണം. ആരെങ്കിലും സ്വയം അതിന് സമ്മതിക്കുമോ? നറുക്കിട്ടപ്പോ നറുക്ക് വീണത് യൂനുസ് അലൈഹിസ്സലാമക്കാണ്. ഫൽതഖമഹുൽ ഹൂത്ത് വഹുവ മുലീം. യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങി. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. ഖുർആൻ പറയുന്ന ഒരു വാചകമുണ്ട്, ഒരു മനുഷ്യനും ദുനിയാവിലെ ജീവിതത്തിൽ നേരിടാത്ത പരീക്ഷണമാണ് യൂനുസ് നബി നേരിട്ടത്. മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ജീവിക്കേണ്ടി വന്ന ആരാണ് ലോകത്ത്? യൂനുസ് നബി അല്ലാതെ. ഈ കരയിൽ നിന്ന് തന്നെ പോയി വെള്ളത്തിന്റെ ആഴിയിൽ ഒരു വലിയ മീനിന്റെ ഉള്ളിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ യൂനുസ് നബിക്കല്ലാതെ മറ്റാർക്കാണ് ഉണ്ടായത്? മത്സ്യത്തിന്റെ വയറ്റിനകത്തെ ആഴക്കടലിന്റെ ഇരുട്ടിനകത്ത്, മത്സ്യത്തിന്റെ വയറെന്ന മറ്റൊരു ഇരുട്ടിനകത്ത് ഒരു മനുഷ്യൻ, ജീവനുള്ള ഒരു മനുഷ്യൻ ജീവിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതിനേക്കാൾ വലിയ പ്രതിസന്ധി എന്താ? ഖുർആൻ പറയാണ്, അദ്ദേഹം മുസബ്ബിഹീങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്നവരിൽ പെട്ടവനായിരുന്നില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ലോകാവസാനം വരെ ആ മീനിന്റെ വയറ്റിൽ കഴിയേണ്ടി വന്നിരുന്നേനെ.
യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്തു അൽ അംബിയായിലെ 87-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഫനാദാ ഫിൽ ദുലുമാത്, അനേകം ഇരുട്ടുകൾക്കിടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വിളിച്ചു. എന്താ വിളിച്ചത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുവേ, നീയല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, ഞാനൊരു അക്രമിയായി പോയല്ലോ. തൗഹീദിന്റെ മന്ത്രമാണ് ഉരുവിട്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെയാണ് വാഴ്ത്തിയത്. അല്ലാഹു പറയാണ്, ഫസ്തജബനാ ലഹു, യൂനുസിന് നാം ഉത്തരം ചെയ്തു. വനജ്ജൈനാഹു മിനൽ ഗമ്മ, ആ വ്യതകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് യൂനുസിനെ നാം രക്ഷപ്പെടുത്തി. കദാലിക നുൻജിൽ മുഅ്മിനീൻ, അപ്രകാരമാണ് വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുക. യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയത് എന്താണ്? യൂനുസ് നബിയുടെ വിശ്വാസമാണ്, യൂനുസ് നബിയുടെ പ്രാർത്ഥനയാണ്, യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കലിമത്തു തൗഹീദാണ്, സുബ്ഹാനല്ലാഹയാണ്, അല്ലാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഏത് വലിയ ക്രൈസിസിലും നമ്മുടെ കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ശരിയായ വിശ്വാസം ഉണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷ നൽകും, നമുക്ക് വിജയം നൽകും. ആളുകൾ സമാധാനത്തിന് വേണ്ടി ശിർക്കിന്റെ വഴി തേടുന്നവരാണ്. ആളുകൾ രക്ഷകൾക്ക് വേണ്ടി വഴിവിട്ട മാർഗങ്ങൾ അന്വേഷിക്കുന്നവരാണ്. ആർക്കാണ് ആരാധനകൾ അർപ്പിക്കുന്നത്? മരിച്ചുപോയ മഹാത്മാക്കൾക്ക്, മരിച്ചുപോയ പ്രവാചകന്മാർക്ക്, കബറിടങ്ങളിൽ മരിച്ചു കിടക്കുന്ന മരിച്ചുപോയ മനുഷ്യർക്ക്, ജാറങ്ങൾക്ക് മുന്നിൽ. അല്ലേ, പുതിയങ്ങാടി നേർച്ചയുടെ വാർത്തകൾ എല്ലാവരും കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടാവും. എന്താ വലിയ സംഭവമായിട്ട് പറയണ, ആളുകള് അവിടെ കഞ്ഞി വെച്ചു കൊടുക്കാൻ വേണ്ടി എന്താ ചാക്ക് കണക്കിന് ഇങ്ങനെ കൊണ്ടുപോകും. ആയിരക്കണക്കിന് ആളുകൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കും. എന്താ, മണ്ണാർക്കാടുള്ള ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് സമ്പന്നനായ ഒരു മനുഷ്യന്റെ ഒരു ദിവസം ഒരു പത്രത്തിന്റെ ബാക്ക് പേജ് മുഴുവൻ അയാളുടെ പരസ്യ സമൂഹ വിവാഹം നടത്തി കൊടുക്കുന്നു. നാട്ടിലെ രാഷ്ട്രീയക്കാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, സമ്പന്നന്മാരുണ്ട്. സാമൂഹ്യ സേവനത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന ആത്മീയ ചൂഷണം. 100 അല്ല 1000 ആളുകളുടെ 1000 പെൺകുട്ടികളുടെ വിവാഹം നടത്തിക്കൊടുത്താലും അത് ശിർക്കിനുള്ള ന്യായീകരണമല്ല. പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസം ചൂഷണം ചെയ്യുന്നതിനുള്ള ന്യായീകരണമല്ല. കോടിക്കണക്കിന് മനുഷ്യർക്ക് കഞ്ഞി വെച്ചു കൊടുത്താലും ജാറങ്ങളിൽ നടക്കുന്ന ശിർക്കല്ലാതിരിക്കുകയില്ല. അല്ലേ, അവിടെ നടക്കുന്നത് എന്താണ്? തനിച്ച ശിർക്കാണ്. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്തവനെ അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കി. ഭൂമി ലോകത്തെ 850 കോടി മനുഷ്യർക്ക് ആഹാരം വെച്ച് വിളമ്പിയാലും ശിർക്ക് ചെയ്തവന്റെ സ്ഥാനം അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്വത്തിൽ പടച്ചോന്റെ കടമയിൽ വീഴ്ച വരുത്തിയവരുടെ സ്ഥാനം നരകമാണ്. ഖുർആനിന്റെ വാക്കാണ്, അള്ളാഹുവിന്റെ അധ്യാപനമാണ്. അല്ലേ, എന്നിട്ട് അവിടെ പാവപ്പെട്ട ജീവികളെ കൊണ്ടുപോയി, ആനകളെ കൊണ്ടുപോയി നിർത്തി. ആ ആനകൾക്ക് അവയുടെ മനുഷ്യന്റെ അക്രമം സഹിക്കാൻ കഴിയാതെ അവ ഇടഞ്ഞ് ഒരു മനുഷ്യനെ ചുഴറ്റി എറിഞ്ഞ് എന്തൊക്കെ നടക്കുന്നത്? ഇതൊക്കെ ദീനുൽ ഇസ്ലാമിന്റെ പേരിലാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മതമാണോ ഇത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച മതമാണോ ഇത്? 1400 കൊല്ലങ്ങൾക്കപ്പുറം വഹയിലൂടെ അള്ളാഹു നൽകിയ ദീനാണോ ഇത്? ഇസ്ലാമുമായി ഒരു കടുകുമണിയുടെ ബന്ധം പോലുമില്ലാത്ത ആശയങ്ങൾ, ആചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തി. സഹോദരങ്ങളെ, രക്ഷയുടെ വഴി അതല്ല. സമാധാനത്തിന്റെ വഴി അല്ലാഹുവിൽ അഭയം തേടലാണ്. ഒരു മനുഷ്യൻ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, ശരിയായ തൗഹീദാണ്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബി വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഹറ മിനസ് സമാ. ശിർക്ക് ചെയ്യുന്നവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ്. അല്ലേ, നൂല് പൊട്ടിയ പട്ടം പോലെയാണ്. ആകാശത്തുനിന്ന് വീണ എവിടെ പോയിട്ടാ വീഴ? കാറ്റവൻ എങ്ങനെ കൊണ്ടുപോകും? അവനെ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോകും. അവനെ കാറ്റവൻ വിചാരിക്കാത്തിടത്തേക്ക് കൊണ്ടുപോയിടും എന്നതുപോലെയാണ്. ഒരു ജാറത്ത് പോയ അവിടെ നിൽക്കൂല, അടുത്ത ജാറത്ത് പോകും.
6 മാസം 2 കൊല്ലം അവിടെ പോയാൽ പിന്നെ വേറെ ജാറത്ത് പോകും. ഒരു സിദ്ധന്റെ അടുത്ത് പോയാൽ അവിടെ നിൽക്കൂല. പിന്നെ അടുത്ത സിദ്ധനെ തേടിപ്പോകും, അടുത്ത ബാബയെ തേടിപ്പോകും, അടുത്ത സന്യാസിയെ തേടിപ്പോകും, അവിടുത്തെ തങ്ങളെ തേടിപ്പോകും. ജീവിതത്തിൽ മനസ്സമാധാനമില്ലാത്ത ജീവിതം ഒരു ശിർക്ക് ചെയ്യുന്നവന്റെ ജീവിതമാണ്. ഏറ്റവും അധികം മനസ്സമാധാനമില്ലാത്ത ജീവിതം ശിർക്ക് ചെയ്യുന്നവന്റെ ജീവിതമാണ്. ഒരാത്മീയ കേന്ദ്രം ഉപേക്ഷിച്ച് അടുത്ത ആത്മീയ കേന്ദ്രത്തിലേക്ക് പോകുമ്പോ കഴിഞ്ഞ ആത്മീയ കേന്ദ്രം അവിടെ നിന്ന് എനിക്ക് പ്രയാസമുണ്ടാകുമോ എന്ന പേടി അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. പിന്നിലേക്ക് തിരിച്ചു വരുമ്പോ പിന്നെ പോയാളുടെ അടുത്ത് നിന്ന് എനിക്ക് കുരുത്തക്കേടുണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ടാകും. എന്ത് കുരുത്തക്കേട്? ശിർക്ക് ചെയ്യുന്നവൻ അനുഭവിക്കുന്ന മാനസിക പ്രതിസന്ധി വേറെ ആർക്കും ഉണ്ടാവില്ല. ശിർക്ക് ചെയ്യുന്നവന് സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടം വേറെ ആർക്കും ഉണ്ടാവില്ല. എല്ലായിടത്തും പൈസ കൊടുക്കണം, എല്ലാരും പ്രീതിപ്പെടുത്തണം, അല്ലേ? കാസർഗോഡ് നിന്ന് ഒരു വാഹനത്തിൽ കയറി തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നവൻ ഒരു ജാറത്തിലേക്ക് 5 രൂപയുടെ നാണയം എറിഞ്ഞു കൊടുത്താ പിന്നെ എല്ലായിടത്തും എറിയും. ഒരാത്മീയ കേന്ദ്രത്തിലേക്ക് 2 രൂപയുടെ കോയിൻ എറിഞ്ഞു കൊടുത്താ പിന്നെ അവൻ എല്ലായിടത്തും എറിയണം. ഇയാള് പണങ്ങോ, അയാള് പണങ്ങോ, അയാളുടെ പ്രശ്നം ഉണ്ടാവോ, ഇവിടുത്തെ പ്രശ്നം ഉണ്ടാവും. ഇത്ര വലിയ മാനസിക സംഘർഷം വേറെ ആർക്കും ഉണ്ടാവില്ല. സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്നവന്റെ ഉദാഹരണം ഒരു യജമാനന്റെ കീഴിൽ ജീവിക്കുന്ന അടിമയുടെ ഉദാഹരണമാണ്. അയാൾക്ക് ഒരു യജമാനനെ പ്രീതിപ്പെടുത്തിയാൽ മതി, അയാൾ പറഞ്ഞനുസരിച്ചാൽ മതി. ഒരുപാട് അല്ലാഹു അല്ലാത്ത പലരിലേക്കും ആരാധനകൾ സമർപ്പിക്കുന്നവന്റെ ഉദാഹരണം ഇതുപോലെ അറിയോ? പരസ്പരം തമ്മിൽ തല്ലുന്ന പല പല യജമാനന്മാരുടെ കീഴിൽ കഴിയുന്ന ഒരു അടിമയുടെ ഉദാഹരണമാണ്. ഒരാൾ ഇങ്ങോട്ട് വിളിക്കും, അങ്ങോട്ട് പോകണം, മറ്റാൾ അങ്ങോട്ട് വിളിക്കും, അപ്പൊ അങ്ങോട്ട് പോകണം, അപ്പൊ അയാൾ വേറൊരു പണി പറയും, അത് ചെയ്യണം. അപ്പൊ ഇയാൾ പറയും നിന്നോട് ഞാൻ ഈ പണി പറഞ്ഞില്ല, എന്തിനാ അങ്ങോട്ട് പോയി ചോദിക്കും. ജീവിതത്തിൽ എന്ത് സമാധാനം ഉണ്ടാകും? ശിർക്കിന് ഇതിനേക്കാൾ മനോഹരമായ ഒരു ഉദാഹരണം പിന്നെ ഇവിടെ നിൽക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ കയ്യിലുണ്ടോ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും രക്ഷയതാണ്. കത്തിയാളുന്ന നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാചകം ഹസ്ബിയല്ലാഹ് വ നിഅമൽ വകീൽ. കാന ആഖിറു ഖൗൽ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിമിന്റെ അവസാനത്തെ വാചകമായിരുന്നു പടച്ചവൻ മതി, എനിക്ക് അല്ലാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. എനിക്ക് എന്റെ അല്ലാഹ് മതി എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചു. ചെങ്കടലിന്റെ മുന്നിൽ നിൽക്കുന്നു, പിന്നിൽ ഫറോവയും സംഘവും പിടിച്ച് ബന്ധനസ്ഥരാക്കി അറുകൊല ചെയ്യാൻ പിന്നാലെ ഓടി വരുന്നു. ആരാ? ഫിർഔനും സൈന്യവും. മുന്നിൽ അലയടിച്ചുയരുന്ന ചെങ്കടലാണ്. അല്ലെ, ഒരു മനുഷ്യൻ അകപ്പെടുന്നതിനേക്കാൾ വലിയ ക്രൈസിസ് എന്താ സുഹൃത്തുക്കളെ? അതിനേക്കാൾ വലിയ പ്രതിസന്ധി എന്താ? ഇന്നാലെ മുദറക്കൂൻ, മൂസ അതാ നമ്മൾ പിടിക്കപ്പെടാൻ പോവാണ്. കൂടെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേലുകാർ പറയാണ്, എന്താ മൂസാ നബി പറഞ്ഞത്? ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിന്റെ അടുത്ത് അവൻ എനിക്കൊരു വഴി കാണിച്ചു. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ ഒരു റബ്ബുണ്ട്, എന്റെ റബ്ബുണ്ട്. ഇത് വല്ലാത്തൊരു വിശ്വാസമാണ് സഹോദരങ്ങൾ. ഒരു വിശ്വാസിക്ക് കളഞ്ഞു കുളിക്കാൻ പാടില്ലാത്ത വിശ്വാസം, വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്ത വിശ്വാസം. നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണോ, നമ്മൾ കുടുംബപരമായ പ്രശ്നത്തിലാണോ, നമ്മുടെ കച്ചവടം നഷ്ടത്തിലാണോ, നമ്മൾ ശാരീരികമായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഇന്ന മഈ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, അല്ലെ? ദുആഉൽ കർബ് പഠിപ്പിച്ച പ്രവാചകൻ. പ്രതിസന്ധികളുടെ പ്രാർത്ഥന, പ്രതിസന്ധികളുടെ പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഏതു പ്രതിസന്ധിയിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തും. മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ച് യൂനുസ് നബി പ്രാർത്ഥിച്ചപ്പോ യൂനുസ് നബി രക്ഷപ്പെട്ടതുപോലെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. താബിഈകളിലെ പ്രഗൽഭ പണ്ഡിതനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നത്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഗവർണറായിരുന്ന കാലം അദ്ദേഹം വളരെ വാളുകൊണ്ട് സംസാരിച്ചിരുന്നതാണ്. എല്ലാവരെയും അദ്ദേഹം കൈകാര്യം ചെയ്യ വാളുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അടിച്ചമർത്തുന്നതാണ്. ഹസൻ ബസ്രിയെ വിളിപ്പിച്ചു. ഹസൻ ബസ്രിക്കറിയാം എന്നെ കൊല്ലാനാണ് ഹജ്ജാജ് വിളിക്കുന്നത്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച പ്രതിസന്ധികളിലെ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് ഞാൻ ഹജ്ജാജിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെന്നു.
ജഡ്ജ് പറഞ്ഞു, ഞാൻ ഹജ്ജാജ് ബിൻ യൂസുഫ് പറഞ്ഞു, ഞാൻ നിന്നെ വധിക്കാനാണ് വിളിച്ചത്, പക്ഷേ എന്റെ മനസ്സിലിപ്പോ തോന്നുന്നത് വേണ്ട, ഇവിടെ നീ പോയിക്കോ. സഹോദരങ്ങളെ, അള്ളാന്റെ സഹായം കൺമുന്നിൽ കാണും. നമ്മുടെ കൂടെ റബ്ബിന്റെ കരം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിന് ശിർക്കിന്റെ വഴിയല്ല തേടേണ്ടത്, തൗഹീദിന്റെ വഴിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാന്റെ സഹായം നമുക്ക് പെയ്തിറങ്ങാൻ നാം സ്വീകരിക്കേണ്ട നിലപാട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിലപാട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, ഒരു രണ്ട് പ്രധാന കാര്യങ്ങൾ അറിയിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ കേരളത്തിലെ മതവിദ്യാഭ്യാസ രംഗത്ത് വലിയ പ്രതീക്ഷ നൽകുന്ന വലിയൊരു സംവിധാനമാണ് മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. അതിന്റെ വനിതാ ക്യാമ്പസ് മലപ്പുറം പാണക്കാട്ട് സ്ഥിതി ചെയ്യുന്നു. ധാരാളം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സ്ഥാപനത്തിന്റെ ആളുകൾക്കിടയിൽ അത്തരം സംവിധാനങ്ങൾ അറിയപ്പെടുമ്പോഴാണല്ലോ കൂടുതൽ കുട്ടികൾ അങ്ങോട്ട് എത്തുന്നതും അതിന്റെ പ്രചാരണമൊക്കെ സാധ്യമാവുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ തിങ്കളാഴ്ച അതിന്റെ ഒരു വാർഷിക സമ്മേളനം നടക്കുക. വൈജ്ഞാനികമായ ഒരു സംവിധാനമാണ്. ജാമിയക്ക് നമ്മൾ നൽകുന്ന പിന്തുണ എന്ന നിലക്ക് നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതൊരു കാര്യം, റമളാനിലേക്ക് നമ്മൾ പോകുന്നു. സാധാരണഗതിയിൽ റമളാൻ ഇങ്ങനെ അടുക്കുമ്പോൾ പലതരത്തിലുള്ള ക്രമീകരണങ്ങളും ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടും ചില മാറ്റങ്ങൾ കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് സൂചിപ്പിച്ചു വെച്ചു. പ്രത്യേകിച്ച് നമ്മുടെ കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നു. അപ്പം അതുകൊണ്ട് റമളാനിനോടനുബന്ധിച്ച് നമ്മൾ ചെലവഴിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഹിതം, പ്രധാന വിഹിതം ഇതിലേക്ക് മാറ്റിവെക്കണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് വരുന്ന ചെലവും സംഗതികളൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് ഭാരവാഹികൾ അറിയിക്കും. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധയിലുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, ഏറ്റവും ക്രൈസിസ് നേരിടുന്ന ഒരു സമയത്ത്, പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് അള്ളാഹുവിന്റെ സഹായം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് കിട്ടുക എന്നുള്ളത് എങ്ങനെ സാധ്യമാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നല്ല ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ കളങ്കം വരാത്ത നല്ലൊരു വിശ്വാസിയാകുക എന്നുള്ളതാണ്. അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുന്ന, ശിർക്ക് കലരാത്ത വിശ്വാസത്തിന്റെ ഉടമയാണ്. നമ്മൾ നോക്കൂ, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട ഒരധ്യായമാണ്. കഹ്ഫ് എന്ന ഗുഹ എന്നാണ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, അഹ്ലുൽ കഹ്ഫിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. അഹ്ലുൽ കഹ്ഫിന്റെ കഥ എന്താണ്? അവർ ആക്രമിക്കപ്പെടാൻ അവരെ രാജാവും ഭരണകൂടം തീരുമാനിച്ചപ്പോൾ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നമ്മൾ നോക്കൂ, അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ കുറെ അത്ഭുതങ്ങൾ അങ്ങനെ പറഞ്ഞ്, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും സന്താനമൊക്കെയാണ് ഭൂമിയിൽ അലങ്കാരം എന്നൊക്കെ പറഞ്ഞു. അതിനേക്കാൾ വലിയൊരു അത്ഭുതം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ സൂറത്തുൽ കഹ്ഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. എങ്ങനെ രക്ഷപ്പെടുത്തിയത്? 300 കൊല്ലമാണ് ഒരു ഗുഹക്കകത്ത് അവർ ഉറങ്ങിക്കിടന്നത്. 300 കൊല്ലക്കാലം ഒരു ശരീരത്തിനൊരു കേടും പറ്റാതെ. ചന്ദ്രവർഷം അനുസരിച്ച് 309 വർഷക്കാലം അവർ ആ ഗുഹയിൽ കടന്നു ജീവിച്ചു. അവരുടെ പ്രത്യേകത ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഇത് ഖാമു ഫഖാലു റബ്ബുനല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ആകാശഭൂമികളുടെ റബ്ബാണ്. ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ, ആ റബ്ബല്ലാത്ത ഒരു ഇലാഹിനെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത, അങ്ങനെ ചെയ്താൽ അതൊരു വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാഹുവെ രക്ഷപ്പെടുത്താൻ ഉണ്ടായ കാരണം എന്താണ്? അവരുടെ ഈ വിശ്വാസം. അല്ലാഹു ആണ് റബ്ബെന്ന് പ്രഖ്യാപിക്കുകയും ആ റബ്ബിനെ മാത്രമേ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകളെ അല്ലാഹു എങ്ങനെയാണ് ഒരു വലിയ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ നിന്ന്, അക്രമികളിൽ നിന്ന് അത്ഭുതകരമായി 300 കൊല്ലം ഒരു ഗുഹയിൽ കിടത്തിയുറക്കി രക്ഷപ്പെടുത്തിയത് ഖുർആൻ നമുക്ക് പറഞ്ഞു.
ഉണ്ട്. നമ്മുടെ കയ്യിൽ കളങ്കമില്ലാത്ത തൗഹീദ് ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്കുള്ള ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞതും അറിയാത്തതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച നമ്മുടെ സഹോദരൻ തിങ്കളാഴ്ച ഒരു സർജറിക്ക് വിധേയമാവുകയാണ്. എനിക്ക് വളരെ അടുത്ത എൻ്റെ ഒരു സഹോദരൻ, ഒരു ബന്ധു ഈ ജനുവരിയിൽ തന്നെ ഒരു കിഡ്നി മാറ്റിവെക്ക് സർജറിക്ക് വിധേയമാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ട്രീറ്റ്മെന്റുകൾ, അവരുടെ ചികിത്സകൾ അല്ലാഹു വിജയിപ്പിച്ച് നൽകുമാറാകട്ടെ. പൂർണ്ണാരോഗ്യത്തോടുകൂടി നമ്മിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു അവർക്ക് കരുണ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.